ഒന്ന് ശമൂവേൽ 1-ാം അധ്യായം. ബാരയ്ക്കുമോർ എഫ്രൈം മലനാട്ടിലെ രാമാധിയം സോഫാമിൽ എൽക്കാന എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ എലീഹൂവിൻ്റെ മകനായ യാഹൂറിൻ്റെ മകനായിരുന്നു. എലീഹു എഫ്രൈമ്യനായ സൂഹിൻ്റെ മകനായ തോഹുവിൻ്റെ മകനായിരുന്നു. എൽക്കാനയ്ക്കു 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തി ഹന്ന എന്നും മറ്റവൾക്കു പെനിയ എന്നും പേർ. പെനിയയ്ക്കു മക്കളുണ്ടായിരുന്നു, ഹെന്നയ്ക്കോ മക്കളില്ലായിരുന്നു. അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തൻ്റെ പട്ടണത്തിൽ നിന്നു ആണ്ടുതോറും ശീലോവിലേക്ക് പോക പതിവായിരുന്നു. ഏലിയുടെ 2 പുത്രന്മാരായ യഹോവയ്ക്ക് പുരോഹിതനായിരുന്ന ഹോഫ്നിയും ഫീനഹാസും അവിടെ ഉണ്ടായിരുന്നു. എൽക്കാന യാഗം കഴിക്കുമ്പോൾ ഒക്കെയും തൻ്റെ ഭാര്യയായ പെനിക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കുക കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവർ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മുഷിപ്പിച്ചതുകൊണ്ടു അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിനു കരയുന്നു? എന്തിനു പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്തു? ഞാൻ നിനക്ക് 10 പുത്രന്മാരെ തന്നല്ലയോ എന്ന് പറഞ്ഞു. അവർ ശീലോവിൽ വെച്ചു തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റുപോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൽ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞു ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിനു ഹന്ന ഉത്തരം പറഞ്ഞു, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനത്തോടെയുള്ള ഒരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ട് സംസാരിച്ചത്. അതിനു ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇസ്രായേൽ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്കു നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയനോ തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. ആ ആണ്ട് കഴിഞ്ഞു ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയുടെ അപേക്ഷിച്ച് വാങ്ങി എന്നിട്ടു പറഞ്ഞു. അവനു ശമൂവേൽ എന്ന് പേരിട്ടു. പിന്നെ എൽക്കാന എന്ന പുരുഷനും അവൻ്റെ കുടുംബമൊക്കെയും യഹോവയ്ക്കു വർഷാനന്തര യാഗവും നേർച്ചയും കഴിപ്പാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിൻ്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു അവിടെ എന്നും പാർക്കേണ്ടതിനു ഞാൻ അവനെയും കൊണ്ടുപോരാം എന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നിന്റെ ഇഷ്ടം പോലെയാകട്ടെ, അവൻ്റെ മുലകുടി മാറും വരെ താമസിക്കാം. യഹോവ തൻ്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ചു. മുലകുടി മാറും വരെ മകന് മുല കൊടുത്തു. അവനും മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പാറമാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തു ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനാണേ, യഹോവയോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയ്ക്ക് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിച്ചവനായിരിക്കും. അവർ ഇവിടെ യഹോവയെ നമസ്കരിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരയ്ക്കുമോ.